ഹായ് ഓൾ. റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസായ 23ാമത്തെ ദിവസത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രീത്തിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന മാന്ത്രിക വായു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആരെങ്കിലും ഞാൻ ശ്വസിക്കുന്ന വായുവിന് നന്ദി അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വട്ടാണെന്നായിരിക്കും ചിന്തിക്കുക. എനിക്കതിൽ ഒരു ന്യായം തോന്നില്ല. ഭൂമിയിൽ എന്തിനാണ് ഒരാൾ ശ്വാസമെടുക്കുന്നതിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? അതായത് ഒന്നിന് പിന്നാലെ ഒന്നായി ശ്വാസമെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമുക്ക് ശ്വസിക്കാനായി എല്ലായ്പ്പോഴും വായു ഉണ്ടെന്ന്. നമ്മുടെ ശരീരത്തിൽ ധാരാളമായുള്ള ഘടകങ്ങളിൽ ഒന്നാണ് ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും വളർത്തി നമ്മളെ ജീവനോടെ നിലനിർത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പിടിപ്പിച്ച സമ്മാനമാണ് വായു അഥവാ ബ്രീത്ത്. എന്തെന്നാൽ വായു ഇല്ലെങ്കിൽ നമ്മളിൽ ഒരാളും ഏതാനും മിനിറ്റുകൾക്കപ്പുറം ജീവിച്ചിരിക്കില്ല. ഞാൻ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കാൻ ആദ്യമായി ആരംഭിച്ചപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള ധാരാളം സ്വകാര്യ കാര്യങ്ങൾക്കായാണ് ഞാനത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ജീവിതത്തിലെ യഥാർത്ഥ സമ്മാനങ്ങൾക്കായി നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൃതജ്ഞതയുടെ പരമമായ ശക്തി അനുഭവിക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ ശ്വസിക്കുന്ന മഹത്തരമായ വായുവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. മനഃപൂർവ്വം 5 ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശരീരത്തിലൂടെ വായു സഞ്ചരിക്കുന്ന ആ ഫീലിംഗ് ഒന്ന് അനുഭവിച്ചറിയുക. വായു പുറത്തേക്ക് വിടുന്നതിലെ ആനന്ദം നിങ്ങൾ ഉൾക്കൊള്ളുക. ഇന്ന് വ്യത്യസ്ത സമയങ്ങളിലായി 5 തവണ ശ്വാസം സമ്പൂർണ്ണമായി അകത്തേക്കും പുറത്തേക്കും വിടുക. ഓരോ ശ്വാസത്തിനും ഒടുവിൽ മാന്ത്രിക വാക്കുകളായ ഇങ്ങനെ പറയുക: ഞാൻ ശ്വസിക്കുന്ന മാന്ത്രികമായ വായുവിന് നന്ദി, നന്ദി എന്ന് പറയുക. നിങ്ങൾ ശ്വസിക്കുന്ന അമൂല്യമായ ജീവൻ പകരുന്ന ശ്വാസത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര പരിശുദ്ധിയോടെ നന്ദി പ്രകാശിപ്പിക്കുക. ഈ മാന്ത്രിക പരിശീലനം പുറത്തു വെച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ശുദ്ധവായുവിൻ്റെ മഹത്വം ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയും. അതിന് കഴിയില്ലെങ്കിൽ വീടിനകത്ത് ചെയ്താലും മതി. ഇത് നിങ്ങൾക്ക് കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ തുറന്നു വെച്ചോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഏത് സമയത്തും, ഷോപ്പിങ്ങിനിടയിൽ പോലും ഇത് ചെയ്യാവുന്നതാണ്. എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ബ്രീത്ത് എക്സസൈസ് ചെയ്യാം. പ്രധാന കാര്യം നിങ്ങൾ ശ്വാസം എടുക്കുന്നത് മനഃപൂർവ്വം അറിഞ്ഞു വേണം ചെയ്യേണ്ടതെന്നാണ്. ഉള്ളിലേക്ക് വായു എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ അറിയണം. നിങ്ങൾ സ്വാഭാവികമായി ശ്വസിക്കുന്നത് പോലെ ചെയ്താൽ മതി. എന്തെന്നാൽ ഈ മാന്ത്രിക പരിശീലനം ശ്വസന രീതിയെ പറ്റിയല്ല, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനോടുള്ള നിങ്ങളുടെ നന്ദിയെ പറ്റിയാണ്. വലിയ ശ്വാസം എടുക്കുന്നത് കൂടുതൽ നന്ദിക്ക് സഹായിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു ശബ്ദമുണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നുവെങ്കിലോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മാന്ത്രിക വാക്കായ നന്ദി മനസ്സിൽ ഉരുവിടാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെയും ആകാം. വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ പരിശീലനത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നന്ദി ശ്വസിക്കുന്നതായും നിങ്ങൾ അതിൽ നിറയുന്നതായും സ്വയം സങ്കല്പിക്കുക. ഒരു വ്യക്തി അയാൾ ശ്വസിക്കുന്ന വായുവിനോട് അങ്ങേയറ്റം നന്ദി ഉള്ളവനായി കഴിഞ്ഞാൽ അവരുടെ നന്ദിയുടെ ശക്തി പുതിയ തലത്തിലെത്തുമെന്ന് പൗരാണിക പഠനങ്ങൾ വരെ പറയുന്നു. അങ്ങനെ അവർ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും പരിശ്രമമില്ലാതെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിവുള്ള യഥാർത്ഥ ആൽക്കമിസ്റ്റായി തീരുന്നു. ഇന്ന് നിങ്ങളുടെ പ്രാക്ടീസ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്ന് നിങ്ങൾ 5 തവണ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനെപ്പറ്റി ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. മനഃപൂർവ്വം 5 ശ്വാസം എടുക്കുക. നിങ്ങളുടെ ശരീരത്തിനകത്തു കൂടി വായു സഞ്ചരിക്കുന്നത് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള ആനന്ദം അറിയുക. 5 തവണ ശ്വാസം എടുത്ത ശേഷം ഞാൻ ശ്വസിച്ച മാന്ത്രിക വായുവിന് നന്ദി, നന്ദി, നന്ദി എന്ന് മാന്ത്രിക വാചകം പറയുക. നിങ്ങൾ ശ്വസിക്കുന്ന അമൂല്യമായ ജീവൻ പകരുന്ന വായുവിനോട് അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുക. ശേഷം ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കയ്യിൽ പിടിച്ച് അന്നേ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. ഈ പ്രാക്ടീസുകൾ വളരെ ലളിതവും എന്നാൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടീസുകളാണ്. തീർച്ചയായും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രാക്ടീസിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.